എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയത് ജിത്തു ഒരു ജോർജ് കുട്ടി തന്നെയാണ്. പുള്ളി എല്ലാം ഓടി പിടിച്ച് ഭയങ്കര ഭംഗിയൊക്കെ ആയിട്ട് അയാൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇനി ബാധ്യതയല്ലേ. ദൃശ്യം 1 കാണുന്ന ഏറ്റവും ഫിനാലെ സ്കോർ അത് സിനിമയ്ക്ക് മുമ്പ് ചെയ്ത. ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞത് അല്ല, എനിക്ക് മ്യൂസിക്കിന്റെ മാസീവ്നെസ് അല്ല, എനിക്ക് മ്യൂസിക് ഇമോഷനായിട്ട് എനിക്ക് വേണം. ഞങ്ങൾ മെമ്മറൈസ് ചെയ്യുമ്പോഴേ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു, ഒരു ഡേ ഹർത്താൽ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹർത്താലാണല്ലോ, പുള്ളി വരില്ലായിരിക്കും. പുള്ളി ഒരു ലുങ്കി എടുത്ത് സൈക്കിൾ കിട്ടി വന്ന ആളാണ് പുള്ളി കടന്നു പറയുന്നത്. അതിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ജോർജ് കുട്ടി ഇപ്പൊ പ്രസന്റ്ലി നിൽക്കുന്ന സ്പേസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ട് ആ വീട്ടുകാരുടെ അയാൾക്ക് അത്രയും വാത്സല്യം, ഭാര്യയുടെ പിതാവ് ആയതുകൊണ്ടല്ല, അയാൾ അച്ഛനും അമ്മയുടെ കാണുന്നത്, അയാൾക്ക് വേറെ അച്ഛനും അമ്മയില്ല. ഒരുപാട് പടം ചെയ്യാത്തതും സ്ക്രിപ്റ്റ് വായിച്ച് പടം ചെയ്യണോണ്ട് കിട്ടുന്ന ഡയറക്ടേഴ്സ് രസമുള്ള ആളുകളാണ്. ഇവരിവിടെ അന്വേഷിച്ചെടുക്കുക. എൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ പോകണേ അനിൽ ജോൺസൺ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളി എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ കൂടി പോകും. അത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആക്ച്വലി സിനിമയുടെ മുകളിൽ മ്യൂസിക് വന്നതിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ദൃശ്യം ഫ്രാഞ്ചൈസിലെ ഓരോ സിനിമയും ഓരോ തവണ വിജയിക്കുകയും ചരിത്രം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അധികം ഒന്നും ആരും മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെ അത്രയും പ്രസിദ്ധി ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെ ഒരു പേരാണ് ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയും സോങ്സിൻ്റെയും ഒക്കെ ഉറവിടമായ മ്യൂസിക് ഡയറക്ടർ അനിൽ ജോൺസൺ. ദൃശ്യം 3യുടെ വലിയ വിജയത്തിന് ശേഷം അദ്ദേഹം ഒരു അഭിമുഖത്തിന് വേണ്ടി മൂവി വേൾഡ് മീഡിയയോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ദൃശ്യം 3 വലിയ വിജയമായിരിക്കുന്നു. ദൃശ്യത്തിൻ്റെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ തോന്നുന്നത് ഈ ഒരു മൊമെന്റിൽ? വളരെ ഹാപ്പിയാണ്. ടെൻഷനും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് ഇതിന്റെ സക്സസ്, ഈ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം കണ്ട് റിവ്യൂസും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോകണം വെച്ചാൽ ആ ജെന്യൂൻ സാധനങ്ങൾ നമുക്കൊന്നൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് പോവാന്നുള്ളതാണ് എൻ്റെ ഇൻട്രോവേർട്ടാണ്. വളരെ ഇൻട്രോവേർട്ടാണ്. ഈ അനിൽ ജോൺസൺ എന്നുള്ള പേരെല്ലാവർക്കും അറിയാം, പക്ഷെ ഇതിന് പുറകിലുള്ള ആളാരാണെന്ന് അറിയില്ല. സ്വയവും അങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ട് കുറച്ച് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ, അനോണിമിറ്റി ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടെ റിയൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ. ഇപ്പോൾ ചായ പിടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഇപ്പം ഈ ദൃശ്യം റിലീസ് ചെയ്തതിനു ശേഷം തന്നെ നമ്മൾ ചായ പിടിക്കാൻ പോയിരിക്കുമ്പോൾ അവിടെ ആളുകൾ പറയുന്ന കമൻസ് കണ്ടവർ വന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ നിന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സിൻ്റെ മ്യൂസിക് നല്ലതായിരുന്നു കേട്ടോ എന്നൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ചിലർ ക്രിട്ടിസൈസ് ചെയ്യണവരുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, റോന്ത് ചെയ്തപ്പോൾ റോന്തിൻ്റെ ക്ലൈമാക്സിൽ അത് ഭയങ്കര ഈ പറഞ്ഞ ഭയങ്കര ഡാർക്കായി പോയി. എൻ്റെ ആ വയലിനൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം വരുന്നൊക്കെ. ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ് ആക്ച്വലി. കാരണം ആളുകൾ വളരെ ജെന്യൂനായിട്ട് പറയുമ്പോൾ അത് നേരെ മറിച്ച് എന്നെ വ്യക്തിപരമായിട്ട് അറിയുകയോ അല്ലെങ്കിൽ എൻ്റെ ഇമേജ് അത്രയും പുറത്ത് ആളുകൾക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് പറയൂല. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര രസമാണത് കേൾക്കാനായിട്ട്. ഈ ആളുകൾ ഇപ്പൊ ദൃശ്യത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആണെന്ന് അറിയാതെ ഇപ്പൊ ദൃശ്യത്തിനെ പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അനിൽ ജോൺസനെ പറ്റി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് അനിൽ ജോൺസൺ നേരിട്ട് കേൾക്കുന്നതിന് പക്ഷെ അനിൽ ജോൺസനെ തിരിച്ചറിയുന്നില്ല ആളുകൾ. അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളറിയും ബിബിൻ അശോക് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. പുള്ളി ഇവിടെ ദൃശ്യം തൊട്ട് പുള്ളി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന് ഞങ്ങൾ വടകര പോയപ്പോൾ ബിജി ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആളുകൾ ബിജിനെ എല്ലാവർക്കും പേഴ്സൺ അറിയാം. അപ്പോൾ അതുകൊണ്ട് ബിജിയുടെ പുറകെ ഇങ്ങനെ കുറേ ആളുകൾ കൂടി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ബിജി പറഞ്ഞ് ഇവിടെ അനിൽ ജോൺസൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മറ്റേ മെമ്മറീസൊക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് പേരറിയാം, സിനിമകളും അറിയാം. ദൃശ്യം ഇവരിവിടെ അന്വേഷിച്ചെടുക്കുക. എൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ പോകണേ അനിൽ ജോൺസൺ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട്, പുള്ളി എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ കൂടി പോകും. അത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആക്ച്വലി. വളരെ പ്രൈവറ്റ് ആയിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് അവരറിയുന്നില്ല, പക്ഷെ അവർക്ക് പേരറിയാം, പടങ്ങളറിയാം. അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു എൻജോയ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഞാൻ കുറച്ചുകൂടി പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റോക്ക് സ്റ്റാർ അനിരുദ്ധ് മ്യൂസിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എംബ്ലം വരിക, അല്ലെങ്കിൽ യുവൻ മ്യൂസിക്കൽ, യുവൻ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രാൻഡിങ് വരിക, അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും തമിഴ് സിനിമകളിലൊക്കെ വരുന്നത്. പക്ഷെ ആ രീതിയിലൊരു സ്റ്റാമ്പിങ്ങോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതെന്താ കാരണം? ഇപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം വർക്കായിട്ടുള്ള ഒരു പടമാണ്, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ തീം സോങ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ബ്രാൻഡിങ് വേണ്ടാന്ന് തീരുമാനിച്ചേ? ഇതിനൊരു
എനിക്ക് ഈ പടം കഴിഞ്ഞ സമയത്ത് ജിത്തുവിനും ഒരു മെയില് കെ ബാലേന്ദ്ര സാറിൻ്റെ തമിഴിൽ നിന്ന് കെ ബാലേന്ദ്ര സാറിൻ്റെ ഒരു മെയിൽ ഉണ്ടായിരുന്നു. ആളതിൻ്റെ അകത്ത് പറഞ്ഞൊരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫിലിമിൽ വന്നതും അതിനാണ്. പുള്ളി പറഞ്ഞത് എനിക്ക് ഐ കുഡ് ഫീൽ എവറി ബിറ്റ് ഓഫ് മ്യൂസിക് ബട്ട് ഐ നെവർ ഹേർഡ് എനിത്തിങ് ദാറ്റ് എലിവേറ്റഡ് ദ ഫിലിം. അതായത് ആ കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ ഈ മ്യൂസിക് അതിൻ്റെ അകത്ത് ബ്ലെൻഡിനായിട്ട് ഞാൻ ആ മ്യൂസിക് അല്ല കേൾക്കണം, ഞാൻ അവരുടെ ഇമോഷൻസാണ് കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ആഗ്രഹിച്ചു അതാണ്. കാരണം സിനിമയുടെ മുകളിൽ മ്യൂസിക് എന്നതിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഞാനും ആസ്വാദകൻ എന്നുള്ള നിലയിൽ സിനിമയുടെ ഒരു ഡയമെൻഷനാണ്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ്, ഒരു നല്ല ഡയറക്ഷൻ, നല്ല ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസസ്, ഇവർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾക്കൊരു എലിവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു തേർഡ് ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോൾ സിനിമ 2D ആണ്, അതിൻ്റെ മൂന്നാമത്തെ ഡയമെൻഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം സൗണ്ടാണ്. അത് മ്യൂസിക് മാത്രമല്ല, സൗണ്ട് ഡിസൈനും എല്ലാം കൂടിയാണത്. അതാണ് അതിൻ്റെ മൂന്നാമത്തെ പെർസ്പെക്റ്റീവ്. അപ്പോൾ അതിനെ മാത്രം എടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പേടിയാണത്. കാരണം ഇപ്പോൾ ചില സിനിമകളിൽ മ്യൂസിക് അടിപൊളിയാണെന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം സിനിമയ്ക്ക് അത് ഗുണമല്ലേ എന്നുള്ളൊരു തോട്ട് വരാറുണ്ട്. അപ്പോൾ അതൊരു ഭയമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെയാണ് സിനിമയെ നോക്കി കാണുന്നത്. കാരണം മ്യൂസിക് അതിനകത്ത് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ ലാലേട്ടൻ്റെ പല പടങ്ങളിലെ മ്യൂസിക്കിനെക്കാളും കൂടുതൽ നമ്മൾ ആ സിനിമ, പുള്ളിയുടെ കഥാപാത്രവും പുള്ളി അഭിനയിച്ചങ്ങനെ ഇമോഷൻസൊക്കെ ചിലപ്പോൾ എലിവേറ്റ് ചെയ്യുന്ന കമ്പോസേഴ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇവരുടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ കരിസ്മക്കകത്ത് നമ്മൾ നിൽക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്ക് ഒരു ജീവൻ കൊടുക്കുന്ന ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ഫ്രണ്ടിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതങ്ങനെ നല്ല കാര്യമല്ലെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസമായിരിക്കും. ഇപ്പൊ ദൃശ്യം ഇറങ്ങിയ സമയത്ത് തന്നെ, ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പൊ 5 വയലിനും 5 വയോളയും വെച്ചിട്ട് പല ഏരിയകളിലും, അതായത് അത്രയും ചെറിയൊരു ക്രൂ വെച്ചിട്ടാണ് അതിൽ പല ഏരിയകളും അതിൽ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മ്യൂസിക്. സോ ദൃശ്യം ചെയ്യുന്ന സമയത്തും ഇതിന് വലിയൊരു സാധ്യത ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളൊക്കെ ഉണ്ട് ഫസ്റ്റിൽ തന്നെ. അപ്പം സാധാരണ നമ്മൾ ട്വിസ്റ്റുകളിലൊക്കെ ജൻ 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 ആ മ്യൂസിക്കൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ബേസിക്കലി വയലിനെ ബേസിക്കലി ആശ്രയിക്കാം. ആ തോട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇത് ആക്ച്വലി ഞാനും ജിത്തും കൂടി മെമ്മറീസ് തുടങ്ങിയപ്പോൾ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അന്നെ എനിക്ക് മ്യൂസിക്കിൻ്റെ മാസീവ്നെസ് അല്ല, എനിക്ക് മ്യൂസിക് ഇമോഷനായിട്ട് എനിക്ക് വേണം. അപ്പം പുള്ളിയും അങ്ങനത്തെ ഒരു മ്യൂസിഷ്യനെ തപ്പി കിടക്കുകയായിരുന്നു പുള്ളി. അപ്പം ഞങ്ങളൊരു കഥ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് എന്താ മനസ്സിലായി, ഈ സിനിമയുടെ ടോട്ടൽ ഇമോഷൻ എന്താ മനസ്സിലായെന്ന് ചോദിച്ചിട്ട് ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു തീമാക്കി കൊടുക്കും. ഇപ്പോൾ ദൃശ്യം കേട്ടപ്പോൾ എനിക്ക് ആ കഥ പുള്ളിയുടെ ഇപ്പം ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് തരും, ഞാൻ വായിക്കും. അത് കഴിഞ്ഞ് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ ചെയ്യണ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ മനസ്സിലായെന്നൊരു ട്യൂണാക്കി കൊടുക്കും. അതാണ് ആ ദൃശ്യത്തിന്റെ മോട്ടീവ്. അത് തന്നെ, ആ മോട്ടീവ് അതാണ് ആദ്യം കൊടുത്തത്. അപ്പൊ പുള്ളി വെച്ചത് എന്താന്ന് വെച്ച്, അപ്പൊ ഞാൻ പറഞ്ഞു, സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളി പിടിക്കുന്ന ഒരാൾക്ക് ഒരു മെലൻകളി എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയാണത്. അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ വേണം, നിസ്സംഗത ഉണ്ടാവും. അപ്പോൾ ചില ലോങ് നോട്ട്സ് വേണം, ചില ഷോർട്ട് നോട്ട്സ് വേണം. അപ്പോൾ സന്തോഷത്തിൻ്റെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല, സങ്കടത്തിൻ്റെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ അകത്ത് ഉണ്ടാവുന്നൊരു ഇമോഷണൽ ടേമോയിൽ ഭയങ്കര വലുതാണ്. അപ്പോൾ ഇങ്ങനൊരു തീം ഉണ്ടാക്കിയപ്പോൾ അത് ജിത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ കേൾക്കുന്ന ആ ക്ലൈമാക്സ് തീം, അപ്പോൾ ഇതിനൊന്ന് എനിക്കൊന്ന് വലുതാക്കി കേൾപ്പിക്കാമെന്ന് ചോദിച്ചതാണ് നിങ്ങൾ ദൃശ്യം 1 കാണുന്ന ഏറ്റവും ഫിനാലെ സ്കോർ. അത് സിനിമയ്ക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ജോർജ് കുട്ടി അങ്ങനെ തന്നെ ചെയ്തു വെച്ചേക്കണമെന്നാണ് കാണുന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് ജോർജ് കുട്ടിയുടെ ഇപ്പോൾ ഈ സിനിമ സെക്കൻഡ് വരുമ്പോഴും തേർഡ് വരുമ്പോഴും ജോർജ് കുട്ടി ആ വ്യക്തി തന്നെയാണ്. ജോർജ് കുട്ടി അതിൽ നിന്ന് മാറിയിട്ടില്ല. ആളുകൾക്കാണ് പുള്ളിയിൽ മാറ്റങ്ങൾ കാണുന്നതും തിയേറ്റർ മെറ്റീരിയലി മാറിയെങ്കിലും ആ കൊലപാതകം നടന്ന മൊമെൻറ്റിൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ സാധനങ്ങളും മാറി, ഇക്വേഷൻസ് എല്ലാം മാറി. അപ്പോൾ അവിടം തൊട്ട് നമ്മൾ കാണുന്നത് ഇയാളുടെ മനസ്സിലുള്ള എന്താണോ. ഇപ്പോൾ ദൃശ്യം 3 നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പുള്ളി മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് മറന്നൊക്കെ പോകുന്നത്. അതൊക്കെ ഇയാളുടെ ഈ ഉള്ളിലുള്ള ഫിയറാണ്. അയാൾക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി ആദ്യമേ ചെയ്തു വെച്ചൊരു പരിപാടിയാണ്. ഇപ്പം നമുക്ക് പാർട്ടുണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായ ജോർജ് കുട്ടിയാണ്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോർജ് കുട്ടി, നമ്മുടെ ചുറ്റുമുള്ള ജോർജ് കുട്ടി, എനിക്കാണ് കുട്ടികളുള്ള എല്ലാ അപ്പന്മാരിലും ഒരു ജോർജ് കുട്ടി ഉണ്ട്. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും ജിത്തു ശരിക്കും എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയാണ് ജിത്തു ഒരു ജോർജ് കുട്ടി തന്നെയാണ്, ഞാനൊരു ജോർജ് കുട്ടി തന്നെയാണ്. അപ്പോൾ
നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. കാരണം ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഓഡിയൻസ് അത് തന്നെയാണ്. ആ ഫാമിലി ഓഡിയൻസ് എന്തുകൊണ്ട് കയറുന്നത് വെച്ചാൽ ഒരു പിതാവിന് അവരുടെ ഫാമിലിയോട് പറയാനുള്ള കഥയാണത്. ആ മക്കൾ ഉൾക്കൊള്ളേണ്ട ഒരു കഥയാണത്. ഒരമ്മ കാണിച്ചു കൊടുക്കുന്നത് നിൻ്റെ അച്ഛൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര കണ്ടാലും ആൾക്കാർക്ക് അങ്ങ് മടുക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ കഥ വായിച്ച് നമ്മുടെ മനസ്സിൽ കൂടി പോയി അതിൻ്റെ അകത്ത് നിന്ന് ഫൈനലി ഉണ്ടാവണമെന്നൊരു തീം. ഇപ്പൊ ലാലേട്ടൻ ഈ ദൃശ്യം 3-നകത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളത് കാരണം റെഗുലർ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യാൻ വിട്ടുപോവുകയും അല്ലെങ്കിൽ അത് ഇപ്പൊ എന്താ പറയാ വെള്ളം വായിൽ കുലുക്കൊഴിഞ്ഞ് തുപ്പുന്നതൊക്കെ തന്നെ ആ 2 സീക്വൻസുകൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. പക്ഷെ അത് വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കോൾ വരികയും അദ്ദേഹം അതെടുത്ത് സംസാരിച്ചതിന് ശേഷം പിന്നെ മറ്റൊരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് കഴിച്ചെടുത്താണല്ലോ എഡിറ്റ് വന്നതെന്ന് പറയുമ്പോൾ രണ്ടൊരു നോട്ടോ കഴിക്കായിരുന്നല്ലേ എന്നുള്ള നോട്ടങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ടാണ് അദ്ദേഹം അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യം കാണുന്ന ഒരാളും കൂടിയാണല്ലോ, അതായത് എഡിറ്റർ കഴിഞ്ഞിട്ട് കാണുന്ന ആളും കൂടിയാണല്ലോ. ഇത് കാണുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ കടന്നു പോകുന്ന ഫീല്? എന്നെ ആദ്യം എക്സൈറ്റ് ചെയ്തതൊന്നുമല്ല. ഞാൻ ലൊക്കേഷനിൽ അങ്ങനെ പൊതുവെ അങ്ങനെ അധികം പോകാറില്ല. ഞങ്ങൾ ഷൂട്ടിന് മുന്നേ പോയിട്ട് റെക്കി നടക്കുന്ന സമയത്ത് പോയി എനിക്ക് ലൊക്കേഷൻ കാണുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ആ ജോഗ്രഫി എന്താണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നമുക്ക് ഇൻസ്ട്രുമെൻ്റൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജിത്തു പറയാറുണ്ട്. അങ്ങനെ ദൃശ്യം 1 ഞാൻ ചെന്ന ദിവസം കണ്ടത് ആ ഡൈനിങ് ടേബിളിലുള്ള സീക്വൻസാണ്. സത്യം പറഞ്ഞാൽ ജിത്തു ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ഈ പുള്ളി അഭിനയിക്കുക എന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം പുള്ളി കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ആ പാത്രം എടുത്ത് നീക്കി വെച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പുള്ളി കാണുന്ന മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ ഇപ്പുറത്തെ മോണിറ്ററിൽ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ പുള്ളി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണുള്ളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഓരോ സാധനങ്ങളും പുള്ളി ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തൊട്ട് ഞാൻ ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്കത് മ്യൂസിക് ചെയ്യുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഒരു സിംഗിൾ നോട്ടായിരിക്കും അവിടെ അത് വേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓഡിയൻസ് ചില മ്യൂസിക് ആ സീനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ആ തുപ്പുന്ന ആ വെള്ളം തുപ്പി പുള്ളി ആ പോകുന്ന ആ സീക്വൻസിൻ്റെ അകത്ത് നമ്മളവിടെ ഒരു മ്യൂസിക്കിൻ്റെ വളരെ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതായത് ഫാമിലിക്ക് എന്താണ് മനസ്സിലായത്, അത് പുള്ളി ഹാപ്പിയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അവസ്ഥ വേറെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ലാലേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട് ഇവരുടെ. ഇത് കണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞത്. നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് സാധനങ്ങളാണ്, ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അന്ന് ആ ഭക്ഷണം എടുത്ത് നോക്കുമ്പോൾ പുള്ളി ആ കറി പാസ് ചെയ്യണൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ള ആക്ടേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് മറ്റേ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പുള്ളി അത് കോർഡിനേറ്റ് ആണ്. ആ ഫാമിലിയുടെ തല എന്ന് പറയുന്ന ഒരാളിരുന്നിട്ട് അത് കോർഡിനേറ്റ്, ആ ഡൈനിങ് ടേബിളിൽ പുള്ളി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കറി അപ്പുറത്ത് പിള്ളേരിക്കുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കുന്ന അതേ അത്രയും ജെന്യൂനാണ് ആ സാധനങ്ങൾ, അത്രയും നാച്ചുറലാണ്. പിന്നെ ഈ ജിത്തു ജോസഫിന്റെ ഒരു കഠിനാധ്വാനത്തെ പറ്റിയിട്ട് എന്നോട് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള മൃണാൾ എന്നുള്ള ഫുഡ് ബ്ലോഗർ പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു തോട്ട് വന്നപ്പോൾ തൊട്ടിട്ട് എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതി തീർക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വലതുവശത്തെ കള്ളനെ പോലത്തെ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ഗ്ലോറി കാണാറുണ്ട് വിജയത്തിൻ്റെ, പക്ഷെ അതിൻ്റെ മുന്നിലത്തെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട്, ജിത്തു എന്നുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന മനുഷ്യനെ ഒന്ന് സംസാരിക്കുക, അദ്ദേഹത്തെ പറ്റി സംസാരിക്കുക. ഞങ്ങൾ മെമ്മറൈസ് ചെയ്യുമ്പോഴേ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു, ഒരു ഡേ ഹർത്താലായിരുന്നു. അപ്പോൾ പുള്ളി അന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹർത്താലാണല്ലോ, പുള്ളി വരില്ലായിരിക്കും. പുള്ളി ഒരു ലുങ്കി എടുത്ത് സൈക്കിൾ വെട്ടി വന്ന ആളാണ് പുള്ളി, കടവന്ത്രയിൽ. പുള്ളി ഞാൻ കണ്ടേക്കുന്ന ഫിലിം മേക്കേഴ്സിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയൊരു കക്ഷിയാണ് പുള്ളി. കാരണം ഒരു തോട്ട് വന്ന അല്ലെങ്കിൽ പുള്ളിക്ക് ഇപ്പൊ ഒരു മ്യൂസിക്കൽ അതെ അല്ല പുള്ളി അങ്ങനെയാണ്, പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പോൾ രാവിലെ 6 മണിക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ വിളിക്കും, 5:45 6 മണിക്കൊക്കെ പുള്ളി വിളിച്ചിട്ട് അല്ലേ അതെ അവിടെ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആലോചിച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനെ അതായത് ഉള്ളുറക്കത്തിലൊക്കെ പുള്ളിക്ക് ഈ സാധനമാണ്. വന്ന് ഇവിടെ വന്ന് അത് കണ്ടു, ഞങ്ങൾ ചർച്ച ചെയ്ത് ഇത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതങ്ങനെയല്ല, പുള്ളിക്കൊരു സാധനം പുള്ളി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതന്നെ അതിൻ്റെ അറ്റത്ത് പോയിരിക്കും പുള്ളി. ഭയങ്കര ഡീറ്റെയിൽ, അതും സ്റ്റോറി നറേറ്റ് ചെയ്യണതൊക്കെ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അത്ര ഭയങ്കര രസമായിട്ട് പുള്ളി പറഞ്ഞു തരും.
പുള്ളി ഒരു നല്ല കലകൻ സ്റ്റോറി ടെല്ലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിയുടെ വായിക്കുന്ന കഥയൊക്കെ ഇപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലായാലും പുള്ളിയുടെ ആ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. കാരണം അതിൻ്റെ അകത്ത് ക്രെയിൻ മൂവ്മെൻറ്റ്സ് ആയാലും ജിമ്മി ജിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് ആയാലും ആ ലെൻസസ് ആയാലും പുള്ളി പിടിക്കുന്ന ഓരോ സാധനത്തിലും നമുക്കതിൻ്റെ താളം കിട്ടും. ഇപ്പോൾ സിനിമയിൽ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, സിനിമയുടെ താളം അതിൻ്റെ അകത്ത് ഉണ്ട്, ആ ഡയറക്ടർക്ക് ഉള്ളതാണ് അതിൻ്റെ താളം, അതിനകത്ത് ആക്ടേഴ്സിൻ്റെയാണ് താളം. അപ്പോൾ ആ ഓവറോൾ ഫിലിമിൻ്റെ ഒരു താളം, അതിൻ്റെ പേസൊക്കെ നമ്മൾ കണ്ടെടുക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ വേറെ ഓക്കെ ഒരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ആ സീൻ കണ്ടിട്ട് അതിൻ്റെ എഡിറ്റ് ഒരു താളമാണ്. അപ്പോൾ ഇവരുടെ എല്ലാ സാധനം, അപ്പോൾ ജിത്തുവിൻ്റെ പ്രത്യേകിച്ച് ജിത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര കണിശകാരനാണ്. ഇതാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിക്കാനില്ല. ദൃശ്യം 2 കോടതി സീക്വൻസിൻ്റെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടമാനം മൂവ്മെൻറ്റ്സ് ഉള്ള ഷോട്ടാണ്. ആ സംഭവം സിനിമയ്ക്ക് മുമ്പ് ചെയ്തതാണ് ഞങ്ങൾ, സിനിമയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടില്ല. അതെ, അത് സിനിമയ്ക്ക് മുന്നേ ചെയ്തത്. അത് ഒരാൾക്കും മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ റിയാലിറ്റി അത് തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ ഇവിടെ വന്നിരുന്നിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് മൊത്തം പറയും ഇങ്ങനെയായിരിക്കും, ലാലേട്ടൻ ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട്, ഇന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് നമ്മളെടുത്ത് വെച്ചത് കറക്റ്റ് ആയിരിക്കും. അത്രയും പെർഫെക്റ്റ്, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിൻ്റെ അത്. അത് പിറ്റേ ദിവസം രാവിലെ എനിക്കത് മാറില്ല, കറക്റ്റ് ലോക്ക് ആയിരിക്കും. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്, ഒത്തിരി ക്വാളിറ്റീസ് ഉള്ള വിഷയമാണ് പുള്ളി. ഇദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദം എപ്പോഴാണ് തുടങ്ങുന്നത്? അതാണ് ഇപ്പം ആദ്യം പുള്ളി ഇവിടെ വന്നത് സെജോന് വേണ്ടിയിട്ട് മറ്റേ മൈ ബോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പാട്ടിൻ്റെ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേറെ പ്രൊജക്റ്റുകളിൽ ബിസി ആയിരുന്നതിൻ്റെ എനിക്കന്ന് പറ്റിയില്ല. അപ്പോൾ പുള്ളി എൻ്റെ വർക്ക് അവിടെ കേട്ട സമയത്ത് പുള്ളി പറഞ്ഞു നമുക്ക് എപ്പോഴെങ്കിലും കൂടണമെന്നൊക്കെ പറഞ്ഞ് പോയി. ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി. വിസാജ് എന്ന് പറഞ്ഞിട്ടൊരു എഡിറ്റർ ഉണ്ട്, പുള്ളിക്കാരനാണ് ഞങ്ങൾ കണക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് ഞാൻ ഇനി സ്ക്രിപ്റ്റ് വായിക്കാതെ സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം ആ സമയത്ത് ഒത്തിരി ആഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പടം ചെയ്തത് തന്നെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് അങ്ങനെ ശീലമില്ല, അസിസ്റ്റ് ചെയ്ത് ശീലമുണ്ട്, പക്ഷേ ഒരിക്കലും നമ്മൾ ഇൻഡിപെൻഡൻറ്റ് കമ്പോസർ ആകുമ്പോൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇപ്പുറത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി സ്ക്രിപ്റ്റ് കിട്ടാതെ ഞാൻ ഒരുത്തൻ്റെയും പടം ചെയ്യില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ജിത്തു മെമ്മറീസിൻ്റെ സ്ക്രിപ്റ്റായിട്ട്, അതായത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് ഇതിൻ്റെ കഥ കേൾക്കാതെ ഒരുത്തിനും എൻ്റെ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ സാധനം പറഞ്ഞ് എൻ്റെ സ്പേസിൻ്റെ അഡ്രസ്സ് കൊടുത്ത്, അപ്പോൾ പുള്ളി അവിടെ നിന്ന് കാർ ഓടിച്ച് വന്ന്, അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കാപ്പി പിടിക്കാൻ കൂടാന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോഴാണ് ഈ പുള്ളിയായിരുന്നു എന്ന് ഞാനും ചിന്തിക്കുന്നത്, നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ടും അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് വേറെ ഒന്നുമല്ല, അപ്പോൾ എന്താ താൻ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം ആദ്യം പറ്റി. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് മനസ്സിലാച്ചാൽ ഒരു ഡയറക്ടറിൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിരിക്കുന്ന സ്ക്രിപ്റ്റ് ബുക്ക് കണ്ടാൽ അയാൾ എന്തുമാത്രം പണിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സാധനത്തിൻ്റെ അത്. വെറുതെ വന്നൊരു കഥ കേൾക്കണതും ഒരു ഹാർഡ് കോർ ഒരു പുസ്തകത്തിൻ്റെ അത് കൃത്യമായി ഷോർട്ട് സഹിതം പുള്ളി എഴുതി വെച്ച് ആ സ്ക്രിപ്റ്റ് ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുള്ളി ചുമ്മാ സിനിമ എടുക്കണമല്ല, പുള്ളി പണിയെടുത്തിട്ട് വരണമെന്നുള്ളത് നമുക്ക് അപ്പോഴേ കത്തും. അപ്പോൾ പുള്ളിക്കാണെങ്കിലും ഓർക്കസ്ട്രൽ സ്കോർ വേണം. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ആദ്യം ഒരു ടെസ്റ്റ് വന്നത് പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം ചെയ്യാവോന്ന് വെച്ച്. ഒരു ഹാൻസിമറിൻ്റെ ഒരു പീസ് പോലത്തെ ഏതൊരു ഹാൻസിമർ ഞാൻ ഓർക്കണല്ലോ കറക്റ്റ്, ഒരു പീസ് വന്നിട്ട് ഇതേപോലെ ഒരു പീസ് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് വെച്ച് പുള്ളി ടെസ്റ്റ് ആയിരുന്നത്. ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞ് നമുക്കിവിടുന്ന് ഫ്രണ്ടിലേക്ക് പോവാം, അപ്പോൾ നിങ്ങളെന്താണോ മെമ്മറീസ് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ മെമ്മറീസിൻ്റെ ഒരു തീം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കോയറിൻ്റെ ഹിമ്മിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ സാധനം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവെൽ പീസ് ചെയ്ത് പുള്ളിയെ കേൾപ്പിച്ചു. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ എൻറ്റയർ കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ഒത്തിരി സംസാരിക്കും, ഒത്തിരി ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാകും മൊത്തമായിട്ട് ഈ പടത്തിൻ്റെ എവിടെയൊക്കെ മ്യൂസിക്, എങ്ങനെയൊക്കെ മ്യൂസിക്, എന്ത് ഇമോഷൻ, ഇതിൻ്റെ ഒരു ചാർട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ മഴയുണ്ട്, അപ്പോൾ എങ്ങനത്തെ മഴയായിരിക്കും, എത്ര ഡെൻസിറ്റി ഉള്ള മഴയായിരിക്കും. അപ്പോൾ കാരണം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച ഇപ്പം ദൃശ്യത്തിലായാലും അവർ ആ ബോഡി അമ്മയും മകളും കൂടി എടുത്ത് ഇതിൻ്റെ അകത്ത് കുഴിക്കകത്തേക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര മഴയാണ് ആ സമയത്ത്. അപ്പോൾ അവിടെ ഭയങ്കര ഒരു മ്യൂസിക് ചെയ്ത ആ മഴയുടെ എല്ലാ ഭംഗിയും പോകും. കാരണം നമുക്ക് ആളുകൾക്ക് അതിൻ്റെ അകത്ത് ഫിയറാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഒത്തിരി വലിയ മ്യൂസിക് ചെയ്താൽ വർക്കാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ജിത്തു ഭയങ്കര മഴയുള്ള രാത്രിയാണോ എന്താണ്, അപ്പോൾ ജിത്തു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും.
അപ്പോൾ ഈവൻ സൗണ്ട് ഡിസൈൻകാരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് ഈസിയാണ്. ഇപ്പോൾ ചിലപ്പോൾ ജിത്തിൻ്റെ അടുത്തോട് അവർക്കൊന്നും പറഞ്ഞോളൂ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാൻ പറയും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്. പുള്ളിയുടെ കാഴ്ച പുള്ളി കൃത്യമായി പറഞ്ഞുതരും. ഇപ്പോൾ പുള്ളി ആ വാഴക്കൊല വെട്ടാനായിട്ട് വണ്ണിൽ നിൽക്കുന്ന സമയത്തൊക്കെ പുള്ളി ആ മണ്ണിൽ വെട്ടുമ്പോൾ പുള്ളി ജിത്ത് പറയുമ്പോൾ നമ്മൾ സാധാരണ പറമ്പിൽ കിളക്കില്ലേ, അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തരും ഓരോരോ കാര്യങ്ങൾ. പിന്നെ അവരുടെ തമ്മിലുള്ള കെമിസ്ട്രി, ആ റൊമാൻസ്. അപ്പോൾ പുള്ളി പറയും 25-കാരൻ്റെ റൊമാൻസ് അല്ല, 45-കാരൻ്റെ റൊമാൻസ്. അത് മാത്രമല്ല, അയാൾക്ക് ഒരു ഫാമിലി ഇല്ല, അയാൾക്ക് എല്ലാം ഇവരാണ്. അമ്മയും ഭാര്യയും എല്ലാ സാധനവും ഈ ഒരു പെണ്ണാണ്, റാണിയാണ്. അപ്പൊ നാച്ചുറലി ആ റാണിയോടുള്ള എല്ലാ തരം കൈൻഡ് ഓഫ് വികാരം ആൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പുള്ളി പറഞ്ഞു തരും. പിന്നെ ജോർജ് കുട്ടിയുടെ ബാക്ക് ഹിസ്റ്ററി, ജോർജ് കുട്ടി അനാഥനായിരുന്നു, ജോർജ് കുട്ടീൻ്റെ ഇത്ര വയസ്സിൽ വന്നതാണ്. അപ്പം ഞാൻ ചോദിക്കും ഇങ്ങനെ, എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതായത് എങ്ങനെ ഈ നാട്ടിൽ വന്നത്, അതല്ല ഇവിടെ അയാൾ കൂടാനുള്ള കാരണം എന്തായിരിക്കും, അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ചോദിക്കും. പിന്നെ പുള്ളി എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു ബാക്ക് ഹിസ്റ്ററി വെച്ചിട്ട് തന്നെയാണ് എൻറ്റയർ ഓരോ ക്യാരക്ടറിനും പുള്ളി അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും പുള്ളിക്ക്. ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റാൻഡം ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ പുള്ളി കൃത്യമായിട്ട് ആൻസർ പറയും. ഒരു സെക്കൻഡ് അല്ലാതെ പണീന് ഇഷ്യൂ എന്നാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ജോർജ് കുട്ടി ഇപ്പം പ്രസന്റ്ലി നിൽക്കുന്ന സ്പേസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ട് ആ വീട്ടുകാരോട് അയാൾക്ക് അത്രയും വാത്സല്യം, ഭാര്യയുടെ പിതാവ് ആയതുകൊണ്ടല്ല, അയാൾ അച്ഛനും അമ്മയായിട്ട് കാണുന്നത്, അയാൾക്ക് വേറെ അച്ഛനും അമ്മയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അളിയനായാലും സഹോദരനായിട്ട് കാണണം. അപ്പോൾ എൻറ്റയർ ആ ഒരു ബോണ്ടിങ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ജിത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എഡ്ജാണ്. ഇപ്പം മ്യൂസിക് ആണെങ്കിലും പുള്ളിക്ക് ഇത് വേണം ഇത് വേണ്ട എന്ന് കൃത്യമായിട്ട് പുള്ളി പറയും. എന്താ വേണ്ടെന്ന് പറയുന്നത് പുള്ളി? അല്ല, അത് ഡിപ്പെൻസ്. ഇപ്പൊ ചില സാധനങ്ങളിൽ പുള്ളിയോട് ഇത്രയും ലൗഡ് ആവണ്ട, അല്ലെങ്കിൽ മെമ്മറീസ് അല്ലേ, ദ മാൻ ഈസ് ഔട്ട് ദെയർ എന്ന് പറയുന്ന സമയത്ത് ഈ ക്യാമറ ഇങ്ങനെ ബാക്കി പോയി അങ്ങനെ ഒരു ഭയങ്കര ഷോട്ട് ഉണ്ടല്ലോ, കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത്. അത് അന്ന് ഭയങ്കര പുതുമയുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ സ്കോർ ചെയ്ത് മരിക്കാം, കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ അത് ഭയങ്കര ക്ലാസിക് ആയിട്ട് അത് ചെയ്തിട്ടില്ല. പുള്ളിയോട് പറഞ്ഞ ആ സിനിമയുടെ ബേസിക് മ്യൂസിക്കിന്റെ ഐഡിയ പറഞ്ഞ പുള്ളി പറഞ്ഞ ക്ലാസ് ആയിരിക്കണം എന്നുള്ളതാണ്, മാസ് അല്ല വേണ്ട. ആ പുള്ളി പറഞ്ഞ് നമ്മളൊരു ത്രില്ലറാണ് ചെയ്യണത്. നാച്ചുറലി എനിക്ക് അതിൻ്റെ അകത്ത് ആ ത്രില്ലർ, ഇപ്പൊ നമ്മൾ സീരീസുകൾ ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അസിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ത്രില്ലറിനെ എങ്ങനെ കാണണം, നോക്കി കാണണം, കാരണം സൈലൻസിൻ്റെ ബ്യൂട്ടി എന്താണ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അപ്പോൾ ഈ പുള്ളിയായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പുള്ളിയും സിമിലറായിട്ട് പറഞ്ഞത്. പുള്ളി പറഞ്ഞത് എനിക്ക് അവിടെ ഒരു മ്യൂസിക് വേണമല്ലേ, ഇങ്ങനെ റിവീൽ ചെയ്ത് പോയാൽ മതി, പക്ഷെ അത് വിഷ്വലിൻ്റെ മുകളിൽ പോകരുത്, വിഷ്വലിൻ്റെ ഒപ്പം പോകണം. ഇപ്പം അതിൻ്റെ അകത്ത് ഒരു മഴയുള്ള സീക്വൻസ് ഉണ്ട്. രാജു മറ്റേ വില്ലൻ്റെ പുറകെ ഓടിയിട്ട്, അപ്പോൾ അത് ഞങ്ങൾ അവിടെ ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കാരണം അവിടെ ചെയ്ത മ്യൂസിക് പീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ പുള്ളി ആദ്യം എടുത്തിച്ചു അത് നമ്മൾ വെച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ശരിയാവില്ല. കാരണം അയാളുടെ മുടന്തുണ്ടെന്നുള്ളതും ഇയാൾ മനസ്സിലാക്കുന്നതും ഇയാൾ ഇൻകോമ്പിറ്റൻ്റ് ആണെന്നുള്ളതും ഇയാൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് വെച്ച് അപ്പോൾ അവിടെ അഗ്രി ചെയ്യും. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പടം ചെയ്യാത്തതും സ്ക്രിപ്റ്റ് വായിച്ച് പടം ചെയ്യണോണ്ട് കിട്ടുന്ന ഡയറക്ടേഴ്സ് രസമുള്ള ആളുകളാണ്. അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ആൻസർ തരും. അതൊരു ഭാഗ്യമാണ് ആക്ച്വലി. ഈ ദൃശ്യം 3-ല് ഇപ്പോൾ കുറച്ചുകൂടി ഇമോഷൻസിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ദൃശ്യം 1-നും 2-നും ഒക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആളുകൾ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ദൃശ്യം 3-ൽ വളരെ കുറവാണ്. ട്വിസ്റ്റ് അല്ല ദൃശ്യം 3-ലുള്ളത്. ദൃശ്യം 3-ൽ കുറെ സർപ്രൈസസ് ആണുള്ളത്. ഇനി ട്വിസ്റ്റ് ഇല്ലല്ലോ, ട്വിസ്റ്റ് വരാനില്ല. കാരണം ഇപ്പൊ എന്തെങ്കിലും പിടിക്കപ്പെടും നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ട്വിസ്റ്റ് കാണിച്ചാലും അത് ഒരു മൊമെന്ററി മാത്രമാണ്. ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെക്കൻഡ് കൊണ്ട് ആ ട്വിസ്റ്റ് കഴിഞ്ഞു. നേരെ മറിച്ച് ഇനി അയാളുടെ ജീവിതത്തിൽ സെക്കൻഡിൽ പറഞ്ഞ് എൻഡിൽ വെക്കണുണ്ട്, ഇതിന് ഭയപ്പെട്ട് ജീവിക്കലാണ് അയാളുടെ ശിക്ഷ. ആ ഭയപ്പാടിൻ്റെ അളവ് കൂടി വരികയാണ്. ഇപ്പം നിങ്ങൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ ആ വീട് മോഡിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ പണിയണമെന്ന് പറഞ്ഞിട്ട് റാണി വാശി പിടിക്കുമ്പോൾ ഇയാൾ വീട് പണിയുന്നില്ല. അയാളുടെ ഉള്ളിലെ പേടിയാണ്. കാരണം ഇതെല്ലാം കൂടി പണിത് വെച്ചിട്ട് ഇയാൾ അകത്തെങ്ങാനും പോയി കഴിഞ്ഞ് ഇവരുടെ ലൈഫ് എന്താവും? അത് ആൾക്കാർ
ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വാച്ചിന് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പം ഞാനൊരു 2 പ്രാവശ്യം കണ്ടപ്പോഴാണ് എന്താണ് ഇങ്ങനെ റാണി പറയുമ്പോൾ ഇതിൻ്റെ അത് ഹ്യൂമറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അയാൾ വളരെ സീരിയസ് ആണ്. റാണി രസമായിട്ടാണ് അത് പറഞ്ഞത്. പക്ഷെ അയാൾ പറയുന്ന സാധനത്തിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളി എല്ലാം ഓടി പിടിച്ച് ഭയങ്കര ഭംഗിയൊക്കെ ആയിട്ട് അയാൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകണമെങ്കിൽ ഇതെല്ലാം ഇനി ബാധ്യതയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഇപ്പോൾ ജിത്തു അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു കാരണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി അങ്ങോട്ട് ഇമോഷൻസ് തന്നെയാണ് ഈ സിനിമയുടെ. ഇപ്പോൾ ജോർജ് കുട്ടി പിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെടുന്നതോടുകൂടി അത് കഴിഞ്ഞു. പക്ഷേ ഈ ഫാമിലി എന്ത് ചെയ്യും എന്നുള്ളതാണ് നാച്ചുറലി വീണ്ടും ഇമോഷണൽ പെടാൻ വരുള്ളൂ. ഇപ്പം ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗീതാ പ്രഭാകറിൻ്റെ കഥാപാത്രം അവരുടെ ഇമോഷനാണ്. അവർക്ക് ജോർജ് കുട്ടീനെ വേണ്ട, ജോർജ് കുട്ടിയല്ല, എൻ്റെ മകനെയാണ് തീർത്തത്, എനിക്ക് നിൻ്റെ മകളെയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. അതൊരു ഫീമെയിൽ വെഞ്ചൻസിൻ്റെ ഒരു സാധനമാണത്. തീർച്ചയായിട്ടും അവർക്ക് ആ പകയുണ്ടാവും. പക്ഷേ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അവരും ഇമോഷണൽ അല്ലേ? അവരുടെ ഇമോഷണൽ അതാണ്. അവർ നഷ്ടം അവർക്കാണ് ഉണ്ടായത്. ഇവർക്ക് വേറെ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ ആ ഫിനാലിൽ പറയുമ്പോൾ എനിക്ക് അവളെ വേണം എന്ന് പറയുമ്പോൾ ആക്ച്വലി അടുത്തൊരു ഇമോഷനാണ് അവരുടെ ഇമോഷൻ്റെ വേറെ പെർസ്പെക്റ്റീവ് ആണത്. അപ്പം അങ്ങനെയുണ്ട് എനിക്ക് മനസ്സിലാവണത്. ഞാൻ ഭയങ്കര ആധികാരികമായിട്ട് പറയാനായിട്ടല്ല, പക്ഷേ ഒരു മ്യൂസീഷ്യൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഞങ്ങളങ്ങനെ കാണണം. കാരണം ഇനിയൊരു ദൃശ്യം 4 വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഇമോഷനാണ്. ഒരു അച്ഛൻ ഇത്രയും കാലം പ്രൊട്ടക്റ്റ് ചെയ്തൊരു അച്ഛനില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം അവർക്ക് ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മറ്റവർക്കാണെങ്കിൽ ഈ പറഞ്ഞത് ജോർജ് കുട്ടീനെ അല്ലാതെ എങ്ങനെ ഈ കാര്യങ്ങൾ നമുക്ക് പിടിക്കാം? ഇങ്ങനെ ഒരുപാട് ടേമോയിൽ നിറഞ്ഞാണത്. ഇനി സങ്കീർണത കൂടുള്ളൂ. ഇത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റിന് വേണ്ടി ഇനി പടം ചെയ്തിട്ട് കാര്യമില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.